എന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കുന്നത് മാത്രം ഇനി എന്റെ മോള് കഴിച്ചാൽ മതി. ഇന്നത്തെ കാലത്തെ ജോലിക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മായി നോക്കിക്കോളാം. അവന്തിക തകർത്ത ഒരുപാട് ജീവിതങ്ങൾ ഇനി നിന്നെ സഹായിക്കാൻ അണിയറയിലൊപ്പം ഉണ്ടാവും. അതിലൊരാളെ കൂടി താമസിയാതെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാരാ ചേച്ചി? സമയമാകുമ്പോൾ ഞാൻ എല്ലാം പറയാം. നീ ഇപ്പോ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കണം. ആർക്കും ഒരു സംശയം തോന്നരുത് കേട്ടോ. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി ചേച്ചി. എന്താ പേടിച്ചു പോയോ? ഇങ്ങനെ അനങ്ങാതെ വന്നു നിന്ന് മനുഷ്യനെ പേടിപ്പിക്കല്ലേ മൂർത്തിയേട്ടാ? ഇങ്ങനെ വന്നാലല്ലേ ഗൂഢാലോചനയൊക്കെ അറിയാൻ പറ്റൂ. എന്ത് ഗൂഢാലോചന? ഞങ്ങൾ രണ്ടു പെണ്ണുങ്ങള് ഇവിടെ ബോംബ് വെക്കാൻ വന്നതല്ല. എന്റെ മൂർത്തി ചേട്ടാ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. ദാ സംശയം ഉണ്ടേ നോക്കിക്കോ. ദേ, ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പെണ്ണ. പക്ഷെ എന്റെ പിന്നാലെ വരുന്ന വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അധികം നെഗളിക്കരുത്, പറഞ്ഞേക്കാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഈ വീട്ടിലെ ജോലിക്കാരന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. പിന്നാലുള്ള ഈ നടപ്പും മനസ്സിലായോ? സാറിന്റെ വീട്ടിൽ അന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കക്ഷികള് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന് പരാതി കൊടുക്കാൻ പോകുന്നു കേട്ടു. അവര് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിഭാഗമായിട്ട് ഒത്തുകളിച്ചോന്ന. അതിലൊരു അടിസ്ഥാനമില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആരതിക്ക് തോന്നുന്നുണ്ടോ? കേസ് തോറ്റപ്പോ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാവാനാ സാധ്യത. എന്റെ കരിയറിൽ ഇന്ന് വരെ എത്തിക്സ് അല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് കുറ്റബോധമുണ്ട്. എന്താ സർ? ജയിക്കാമായിരുന്ന ഒരു കേസായിരുന്നു അത്. പക്ഷേ ആരതിക്കറിയാലോ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആ കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കുറ്റബോധമുണ്ട്. ലോയേഴ്സിന്റെ ഇടയിൽ തന്നെ അന്ന് ഈ കാര്യം ചർച്ചയായിരുന്നു. സാറിന് എന്ത് പറ്റിയെന്ന് എല്ലാരും അന്വേഷിച്ചത്. എനിക്കെന്താ പറ്റിയെന്ന് ആരതിക്കറിയാലോ. പബ്ലിക്കിനോട് അതേപ്പറ്റി എങ്ങനെ പറയാൻ പറ്റും? സർ, എല്ലാ കേസിലും ന്യായവും ദൈവഹിതവും എന്താണ് അത് മാത്രമേ സംഭവിക്കൂ. ഒരു ലോയർ എന്ന നിലയിലും ഒരു നല്ല മനുഷ്യനെന്ന നിലയിലും ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും മനസ്സ് കൈവിട്ട് പോരുത് സർ. സമൃദ്ധ മാഡത്തിന്റെ കാര്യത്തിലായാൽ പോലും തീരുമാനമെടുക്കേണ്ട സമയത്ത് തന്നെ സാർ തീരുമാനമെടുത്തേ പറ്റൂ. എന്താ ആരതി അങ്ങനെ സംസാരിക്കുന്നത്? അയാൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാത്ത ഈ അവസ്ഥയിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? ഗൂഗിളിപ്പോ കൂടുതൽ കൂടുതൽ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അതും എനിക്ക് താങ്ങാനാവുന്നില്ല. അരുത്, കുറച്ചു നാളുകൂടെ എനിക്ക് ആൾമാറാട്ടം തുടർന്നേ പറ്റും. ഗൂഗിളിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. താനെന്തൊന്നും പറയാത്തെ? ഒന്നുമില്ല സർ. ഒരുപക്ഷെ സമൃദ്ധ മാഡത്തിന് ഓർമ്മ തിരിച്ചു കിട്ടിയ
അല്ല സർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും ഇത് സംഭവിക്കാമല്ലോ. അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിനേക്കാൾ അത് മുൻകൂട്ടി ചിന്തിച്ചൊരു തീരുമാനം എടുക്കുന്നതല്ലേ സർ നല്ലത്? ഓക്കെ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം അറിയുമ്പോൾ അത് നേരിടാനുള്ള ശക്തി ഈ പാവത്തിന് കൊടുക്കണേ ഈശ്വര. വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ടോ നീ? എന്തൊക്കെയാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വെറുതെ ഇവിടെ നിന്ന് തിന്നു മുടിച്ച് ശമ്പളം മേടിച്ചിട്ട് പോവല്ലേ? വെറുതെ ഇല്ല വചനം പറയല്ലേ. മാഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നേ. എന്നാ ഇന്നു മുതൽ അത് വേണ്ട. അതെന്താ? അവന്തിക മോളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. നീ എന്നെ സഹായിച്ചാൽ മാത്രം മതി. എനിക്കൊരു കയ്യാളായിട്ട് കൂടെ നിന്നാ മതി. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്ക്. അമ്മേ അവന്തികേച്ചി ഇറങ്ങാൻ പോവാ. അയ്യോ ആണോ? മോള് പോകാറായോ? ഈ സൂപ്പ് കുടിച്ചിട്ടേ മോളെ വിടാവൂ. നീ വേഗം ചെന്ന് പറ, ഞാൻ ഇപ്പൊ സൂപ്പ് കൊണ്ടുവരാം. ശരി. അമ്മായി എവിടെ? അടുക്കള ഭരണം അമ്മ ഏറ്റെടുത്തു. ഓ, മോളെ ഇതാ സൂപ്പ് കുടിച്ചിട്ട് പോയാ മതി. സൂപ്പോ? ആ, എന്ത് സൂപ്പ്? മോള് കുടിച്ചു നോക്ക്. ഇനി മോളുടെ ശരീരം നോക്കേണ്ട ചുമതലേ ഈ അമ്മായിക്കാ. എന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കുന്നത് മാത്രം ഇനി എന്റെ മോള് കഴിച്ചാ മതി. ഇന്നത്തെ കാലത്തെ ജോലിക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മായി നോക്കിക്കോളാം. സൂപ്പ് കുടിക്ക്. ഇത് കഞ്ഞിവെള്ളമല്ലേ? ആ, നമ്മളിവിടെ ഇതിനെ കഞ്ഞിവെള്ളം എന്ന് പറയും. ഇംഗ്ലീഷുകാർ ഇതിനെ റൈസ് സൂപ്പ് എന്ന് പറയും.